വീണ്ടും കാൽപന്ത് കളിക്ക് എന്നും ഓർമ്മിക്കപ്പെടാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മറ്റൊരു വർഷവും കൂടി കടന്നു പോകുന്നു. ക്ലബ്ബ് ഫുട്ബോളിലും രാജ്യാന്തര ഫുട്ബോളിലും ഒട്ടേറെ നല്ല മത്സരങ്ങൾ സമ്മാനിച്ച 2023 വിട പറയുന്നു. കാൽപന്ത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ദിവസങ്ങളാണ് മുൻപിലുള്ളത്. കാരണം അവരുടെ പ്രിയപ്പെട്ട ആരാധനാപാത്രങ്ങൾക്കെല്ലാം പ്രായമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അധികനാൾ ഒരു കളിക്കാരനായി വിസ്മയിപ്പിക്കാൻ അവർ ഉണ്ടാകില്ല. നൽകിയ നല്ല ഓർമ്മകളെ എന്നെന്നും ഓർത്തിരിക്കാനും വരും തലമുറക്ക് പാടിപ്പുകഴ്ത്താനുമുള്ള ഇതിഹാസ ചരിതങ്ങൾ അവർ കുറിച്ചു കഴിഞ്ഞു. എന്നാൽ കടന്നുപോയ 2023 കലണ്ടർ വർഷത്തിലെ മികച്ച ഗോൾ സ്കോററെ തേടിപ്പോയാൽ നിങ്ങളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ആ മനുഷ്യൻ്റെ പേര് ഇന്നും അവിടെ കാണാം. പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ, പ്രായം 39. യൂറോപ്യൻ ടോപ്പ് 5 ലീഗിലെ യുവതാരങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ 2023 കലണ്ടർ വർഷത്തിലെ ഗോളുകളുടെ രാജാവായി നിലകൊള്ളുന്നത്. അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിനെയും ലീഗിനെയും വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ അഴിച്ചുവിടാം. എന്നാൽ സൗദി പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടാലന്റഡ് പ്ലെയേഴ്സിന്റെ എണ്ണം കുറച്ചൊന്നുമല്ല താനും. അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ യൂറോപ്പിൽ നിന്ന് ചേക്കേറിയ മെഹ്റസും ഫെർമിഞ്ഞോയും മാനയും കഴിഞ്ഞ ബാലൻഡിയോർ ജേതാവ് കൂടിയായ കരീം ബെൻസമയും സാക്ഷാൽ നെയ്മറും പന്ത് തട്ടുന്നത് അതേ ലീഗിൽ തന്നെയാണ്. എന്നാൽ അവർക്കാർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്തത് എങ്ങനെ ഇദ്ദേഹത്തിന് മാത്രം കഴിഞ്ഞു? അയാളെ സംശയിക്കുന്നവർക്ക് അയാളുടെ ലെഗസിയെപ്പറ്റി അത്ര തന്നെ അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വം അയാളുടെ നേട്ടങ്ങളെ അസൂയയോടെ നോക്കിക്കാണുന്നതാവാം. ഈ നേട്ടത്തിന് പിന്നിൽ ക്ലബ്ബ് ഫുട്ബോളിലെ ഗോളുകളുടെ ഒപ്പം തന്നെ രാജ്യാന്തര ഫുട്ബോളിലെ ഗോളുകളും കടപിടിക്കുന്നതാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് അദ്ദേഹം പോർച്ചുഗലിനായി നേടിയത്. ലീഗ് ഏതായാലും തൻ്റെ കേളി മികവിനൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് അയാൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അസാധാരണമായ ഫിനിഷിംഗ് കൊണ്ട് ഇന്നും അയാൾ വിസ്മയമായി നിലകൊള്ളുന്നു. പ്രായം വെറും അക്കം മാത്രമാണെന്ന് അയാൾ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ഈ മികവ് അദ്ദേഹത്തെ 2026 വേൾഡ് കപ്പിൽ എത്തിക്കുമെന്ന പ്രതീക്ഷ ആളുകളിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ല, കണക്കുകളൊന്നും ബാക്കി വെക്കാതെ കരിയർ അവസാനിപ്പിക്കാൻ അയാൾ അവിടെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. വരാനിരിക്കുന്ന യൂറോ കപ്പ് അതിലേക്കുള്ളൊരു ചവിട്ടുപടിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ടീം അസി ടോക്സ്.